നമുക്ക് ഓർഗൻസയിൽ ആപ്ലിക്ക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ്. 2980 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് ആട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഓർഗൻസ സാരീസ് വരുമ്പം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ തോന്നും. ഇതങ്ങനെയല്ല കേട്ടോ. ഇതങ്ങനെ അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. നമ്മൾ പ്ലീറ്റ് ചെയ്തൊക്കെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വൺ ലെയർ ഇടണമെങ്കിൽ വൺ ലെയർ ഇടാവുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് നമ്മുടെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലും പർച്ചേസ് ചെയ്യാം. അതായത് കോതമംഗലത്തും മൂവാറ്റുപുഴ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാലും നമുക്ക് പർച്ചേസ് ചെയ്യാം. മൂവാറ്റുപുഴയിലെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കോട്ടയത്തിന് പോകുന്ന ആ റൂട്ടിൽ MC റോഡിൽ തന്നെ ഒരു 100-150 മീറ്ററും കൂടെ MC റോഡിൽ തന്നെ ചെല്ലുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കോതമംഗലത്താണെങ്കിൽ കോതമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന ഹൈവേ സൈഡ് കുത്തുകുഴി, കോതമംഗലം ടൗണിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക്. അപ്പോൾ കുത്തുകുഴിയിലാണ് കോതമംഗലത്തെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും മൂവാറ്റുപുഴയിലൊക്കെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന്. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നത്. കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇപ്പം ലൊക്കേഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരിയുടെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് ബേൺഡ് ഓറഞ്ചിൽ ഇതുപോലെ ഒരു ആപ്ലിക് വർക്കാണ്. ഇത് ഉടുത്തു കഴിയുമ്പോൾ നല്ല രസം കേട്ടോ. കാരണം ഇത് നമ്മൾ ഇതിൻ്റെ വേറൊരു ഡിസൈൻ ഒരു പ്രാവശ്യം വന്ന് നമ്മൾ ഇങ്ങനെ മൂവാറ്റുപുഴയിലെ ഷോപ്പിലാണ് മാനിക്യൂനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ പീസസും അപ്പം തന്നെ പോയായിരുന്നു. ഉടുത്ത് നമ്മുടെ മാനിക്യൂനിലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രസമാണ്. അപ്പോൾ അത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഈ ഓർഗൻസ് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഓർഗൻസ പോലെ അത്രയും ഇങ്ങനെ ട്രാൻസ്പെറൻറ്റും അല്ല, നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് ഈ ആപ്ലിക്ക് വർക്ക് വരുന്നത്. ഇതേപോലെ ആപ്ലിക്ക് വർക്ക് വരും. പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ ചെറിയ സെൽഫ് ടോണിലുള്ള എംബ്രോയ്ഡറി വർക്ക്, ഇത് ചെറിയ സെൽഫ് ടോണിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും ഒക്കെ നല്ല നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറായ ബേൺഡ് ഓറഞ്ചുമാണ്. അതിൻ്റെ 2-3 വേറെ കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പം ഇതാണ് ഫസ്റ്റ് കളർ, ബേൺഡ് ഓറഞ്ച്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. അപ്പം ചിലപ്പോൾ ഇച്ചിരി ഏജ് ഉള്ളവർക്കൊക്കെ ഈ ഓർഗൻസയുടെ സാരി ഉടുക്കുമ്പോൾ അയ്യോ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണല്ലോ എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ഓർഗൻസയുടെ സാരി ഉടുക്കാൻ താല്പര്യമുള്ളവർക്കും നല്ലതാണ് ഈ സാരി. കാരണം ഇതങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. അടുത്തത് വരുന്ന ഒരു ബിസ്ക്കറ്റ് ടോണിലേക്ക് വരുന്ന ഷെയ്ഡ്, സെയിം പാറ്റേൺ തന്നെയാണ്, ജസ്റ്റ് വർക്കിലല്ല കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ നമുക്ക് ലാവൻഡർ. സാരി നമ്പർ 3 ലാവൻഡർ. ഇതിൻ്റെ ബോർഡർ 2 സൈഡും സ്കാലപ്പ് വർക്ക് ആട്ടോ. മുന്താണി സ്കാലപ്പാണ്, ബോർഡറും സ്കാലപ്പാണ്. ബോഡിയിൽ ഇതേപോലെ ആപ്ലിക്ക് വർക്കും. നമുക്ക് ഇപ്പം ഒരു ഫങ്ഷനൊക്കെ സിൽക്ക് സാരി ടസറൊന്നും വേണ്ട എന്നുള്ളവർക്ക്, ഇച്ചിരി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു സാരിയാണ്. ഇത് അടുത്തത് നോക്കിയാൽ നല്ലൊരു ഷെയ്ഡ്, ഒരു പീച്ചും ഒരു ഫ്ലഷ് ടോണും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡ്. അപ്പോൾ ഈ 4 കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നല്ല സാരീസാണ്, ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. താങ്ക് യു.